എല്ലാവരുടെ വീട്ടിലുള്ള സംഭവമാണല്ലോ ഈ ഒരു തൈര് എന്ന് പറയുന്നത്. പക്ഷെ എത്ര പേർക്കറിയാം ഈ ഒരു തൈര് യൂസ് ചെയ്ത് നമ്മുടെ സ്കിൻ നല്ല അടിപൊളിയാവുന്നു. ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് തൈര് യൂസ് ചെയ്താൽ എങ്ങനെയാണ് നമ്മുടെ സ്കിൻ പ്രോബ്ലംസ് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുക, അല്ലെങ്കിൽ ഇത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം സ്കിന്നിനായിട്ട്, അതാണ് കേട്ടോ. സോ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നിട്ട് നിങ്ങൾ ഇനി നമ്മുടെ ഒരു ചാനലൊക്കെ ഫസ്റ്റ് ടൈം ആണോ കാണുന്നത്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ചെറിയ ബെല്ലൈക്കൺ കാണില്ലേ, അത് നമ്മൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ പുതിയ വീഡിയോസ് എന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. എല്ലാ വീഡിയോസും മിസ് ചെയ്യാണ്ട് കാണാനും പറ്റും കേട്ടോ. അപ്പം ഈ ഒരു തൈരിൽ എന്താ പറയുക, ഒരുപാട് ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ ലാക്റ്റിക് ആസിഡ് ഉണ്ട്. ഇതാണ് നമ്മുടെ സ്കിന്നിനെ നല്ല അടിപൊളിയാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ആദ്യം പറയാം, ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിൽ മിക്സ് ചെയ്തിട്ട് പാക്ക് ആക്കാനൊക്കെയാണ് മടിയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഫേസിൽ വെറുതെ തേക്കാട്ടോ. അതായത് നമ്മൾ ഒന്നും മിക്സ് ചെയ്യാണ്ട് തന്നെ നിങ്ങൾ കുളിക്കുന്നതിന് മുൻപായിട്ടോ അല്ലെങ്കിൽ എപ്പോഴാണോ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് കുറച്ച് തൈര് എടുക്കുക. ഇതുപോലെ നല്ല കട്ട ഫ്രഷ് ആയിട്ടുള്ള തൈര് എടുക്കുക കേട്ടോ. നമ്മൾ എന്താ പറയുക, നല്ല തൈര് എടുത്തിട്ട് അത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. ഒരു കുറച്ച് നേരം അങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യാം കേട്ടോ. അതായത് ഫേസൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കണം. നന്നായിട്ടൊരു എന്താ പറയുക ഫേസ് വാഷോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും കടലപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് മുഖം കഴുകണമെങ്കിൽ അത് ചെയ്തതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടാണെങ്കിൽ അടിപൊളിയാണ്. നമുക്ക് സ്കിന്നിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടും. അതുപോലെ തന്നെ പിമ്പിൾസിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ട് തൈര് എന്ന് പറയുന്നത് അടിപൊളി സംഭവമാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ഫേസ് വാഷ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ രാവിലെ നിങ്ങൾ കടലപ്പൊടി അല്ലെങ്കിൽ പയറുപൊടിയൊക്കെ ഇട്ടിട്ട് ഫേസ് വാഷ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് മിക്സ് ചെയ്യാനായിട്ട് ഈ ഒരു തൈര് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് അടിപൊളിയായിരിക്കും. കാരണം ആ ഒരു തൈര് എന്തായാലും നമ്മൾ എന്താ പറയുക കടലപ്പൊടി മിക്സ് ആക്കാനായിട്ട് എന്തെങ്കിലും ഒരു ലൂസായിട്ടുള്ള സംഭവമാണ്. ഇപ്പോൾ വാട്ടറായിട്ട് അല്ലെങ്കിൽ റോസ് വാട്ടറൊക്കെ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾക്ക് സ്കിൻ ഒന്നും കൂടെ ആ ഒരു ഡാർക്ക് സ്പോട്ട് റിമൂവ് ചെയ്യണം, ഒന്ന് അടിപൊളിയാക്കണം, ഒരു ഗ്ലോ ഒക്കെ കൊണ്ടുവരുന്നതാണെങ്കിൽ ഇതുപോലെ തൈര് എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നിങ്ങൾക്കിത് ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് തൈര് യൂസ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റുമോ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു തൈര് എടുക്കുകയാണെങ്കിൽ പാലെടുക്കുകയാണെങ്കിൽ ആയിരിക്കും ഒന്നും കൂടെ ബെറ്റർ കേട്ടോ. അപ്പം ഓയിലി സ്കിന്നിൽ തൈര് യൂസ് ചെയ്യുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല. എൻ്റെ ഓയിലി സ്കിൻ ആണെങ്കിൽ എനിക്ക് പ്രശ്നം വരാറില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുകയാണെങ്കിൽ ഈ ഒരു കടലപ്പൊടി, അതായത് നമ്മൾ കുറച്ച് ഇതുപോലെ തൈര് എടുക്കുക, അതിലേക്ക് നമ്മൾ ആ ഒരു തിക്നെസ് നോക്കിയിട്ട് കടലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ആക്കുക. കടലപ്പൊടിയോ അല്ലെങ്കിൽ ചെറുപയർ പൊടിയോ നിങ്ങൾ ഏതാണോ രാവിലെ ആ ഒരു ഫേസ് വാഷ് പൗഡറായിട്ട് യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതെല്ലാം നിങ്ങളിപ്പം എന്തെങ്കിലും ഒരു ഫേസ് വാഷ് പൗഡർ വീശുണ്ടാക്കിയിട്ട്, അതായത് കടലപ്പൊടി, എന്താ പറയുക ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ചത് അല്ലെങ്കിൽ ഓട്സിൻ്റെ പൊടി, രക്തചന്ദനം, ഇതൊക്കെ കൂടെ മിക്സ് ആക്കിയിട്ട് നിങ്ങൾ തന്നെ ഒരു ഫേസ് വാഷ് പൗഡർ വീശുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മിക്സ് ചെയ്യുന്ന സമയത്ത് അത് മിക്സ് ചെയ്യാനായിട്ട് ഈ ഒരു തൈരും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സൂപ്പർ റിസൾട്ട്, അതിൻ്റെ ഒരു ഇരട്ടി റിസൾട്ട് ഒക്കെ കിട്ടും. കാരണം നമുക്ക് സ്കിൻ നല്ലൊരു ഗ്ലോ വരാൻ വേണ്ടിയിട്ടും ഒരു എന്താ പറയുക ആ ഡെഡ് സ്കിന്നൊക്കെ മാറിയിട്ട് നമ്മുടെ സ്കിൻ നല്ല ക്ലിയർ, എന്താ പറയുക നല്ല ക്ലിയർ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് തൈര് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുകയാണ്, ഒരുപാട് എന്താ പറയുക ഡെഡ് സ്കിന്നൊക്കെ സ്കിന്നിൽ അടിഞ്ഞു കൂടിയിട്ട് നമുക്കൊരു ഫ്രഷ്നെസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ കുറച്ച് നിങ്ങൾ ഓട്സ് എടുക്കുക. ഓട്സ് ഇതിൽ കുറച്ച് ഇട്ട് വെക്കുക. ഒന്ന് നമുക്ക് നല്ലൊരു സ്ക്രബിങ് എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറേ നേരം ഇട്ട് വെക്കാൻ പാടില്ല, കാരണം നല്ല പേസ്റ്റ് ആയിട്ട് പോകും. അപ്പോൾ ഒരു സ്ക്രബിങ് എഫക്റ്റ് വേണമെങ്കിൽ കുറച്ച് നേരം നമ്മളിതിലിടുക. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫേസ് നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ഓട്സ് യൂസ് ചെയ്യുന്ന സമയത്തുള്ള സ്കിന്നിലെ ആ ഡെഡ് സ്കിൻ പോവുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഓവർ ഡ്രൈനെസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കേർഡ് ഹെൽപ്പ് ചെയ്യും. അതായത് തൈരും കൂടെ വരുമ്പോൾ നമുക്കൊരു മോയ്സ്ചറൈസിങ് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ആവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതുപോലെ ഒരു സ്ക്രബൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിലും ഈ ഒരു തൈര് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഫേസിൽ ഭയങ്കരമായിട്ട് ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് രക്തചന്ദ്രൻ എടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾ, ഇപ്പോൾ രക്തചന്ദ്രനാവാം, കസ്തൂരി മഞ്ഞളാവും അല്ലെങ്കിൽ നമ്മുടെ സാധാ മഞ്ഞളാവും, ഏതാണെങ്കിലും കുഴപ്പമില്ല, അതെടുക്കുക. നമ്മളിതിലേക്ക് മിക്സ് ചെയ്യുക, തൈരും കൂട്ടി മിക്സ് ചെയ്തിട്ട് ഫേസിൽ നന്നായിട്ട് ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. ഒരു 20 മിനിറ്റ്സ് വെക്കുക, നമുക്ക് എന്നിട്ട് വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഒരു ഈവനിങ് ടൈമിലൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. കാരണം നമ്മൾ പാക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് വീണ്ടും വെയിൽ കൊള്ളാൻ പോയി കഴിഞ്ഞാൽ ഒന്നും കൂടെ നമുക്ക് ടാൻ ആവാനുള്ള ചാൻസ് ഉണ്ട്, പെട്ടെന്ന് ടാൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ എപ്പോഴും ഒരു വീട്ടിൽ കുറച്ച് നേരം നമ്മൾ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന സമയത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പോൾ രാത്രിയാകുമ്പോൾ നമ്മൾ പിന്നെ രാത്രിയാകുമ്പോൾ വെയിലും കാര്യങ്ങളൊന്നുമില്ല, അപ്പോൾ നിങ്ങൾക്ക് വലിയ പ്രശ്നമില്ല. അപ്പം അതാണ് നമ്മുടെ അടുത്ത ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഭയങ്കര ഡ്രൈ സ്കിന്നാണ്, സ്കിന്നൊക്കെ എപ്പോഴും ഒരു എന്താ പറയുക ഇങ്ങനെ വലിഞ്ഞു മുറുകിയിരിക്കില്ലേ, അങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു ഫേസ് പാക്ക് എന്ന് പറയുന്നത്. കുറച്ച് തൈര് എടുക്കുക, അതുപോലെ തന്നെ ഒരു പഴം, ചെറിയ ഏതെങ്കിലും പഴം ഉണ്ടെങ്കിൽ നന്നായിട്ട് പഴുത്ത പഴം ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് തേൻ, ആ തേനും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒരു പാക്ക് പോലെ ആക്കിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഡ്രൈ സ്കിന്ന് മാറിക്കിടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതും ഒരുപാട് ഡ്രൈ ആവാൻ വേണ്ടി വെക്കേണ്ടത്. അപ്പം ഈ ഒരു ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിഞ്ഞു മുറുകില്ല. അപ്പോൾ അത്യാവശ്യം നമുക്കൊരു ഫേസിലേക്ക് റെഡി ചെയ്ത് തോന്നുമ്പോൾ നന്നായിട്ടൊന്ന് മസാജ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് റിമൂവ് ചെയ്ത് കളയാണെങ്കിൽ
അതിനുശേഷം നമ്മൾ റിമൂവ് ചെയ്ത് കളയാണെങ്കിൽ നമുക്ക് നല്ലൊരു എന്താ പറയുക സ്കിന്നിനൊരു ഫ്രഷ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഒരു തണുപ്പ് നല്ല രസം ഫീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ തണുപ്പത്ത് അതായത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള തൈരും കൂടിയാണെങ്കിൽ നമുക്ക് ഫേസ് നല്ലൊരു കുളിർമയൊക്കെ തോന്നും, അല്ലെങ്കിൽ ഭയങ്കര റിഫ്രഷ്മെന്റ് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ തൈര് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് അടിപൊളി നമ്മുടെ സ്കിൻ അടിപൊളിയാവാനുള്ള കുറച്ച് ടിപ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ തൈര് വീട്ടിലുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പാക്കായിട്ട് പറഞ്ഞ പോലെ അങ്ങനെ യൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഏത് പാക്കുകൾ യൂസ് ചെയ്യേണ്ടി വിചാരിക്കുക, നിങ്ങളുടെ സ്കിന്നിന് ഈ ഒരു തൈര് എന്ന് പറയുന്നത് സ്യൂട്ട് ആവുകയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഫേസ് പാക്ക് അതായത് നാച്ചുറൽ ഫേസ് പാക്ക് ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ ഈ ഒരു തൈര് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഗുണം കൂടെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉറപ്പ് വരുത്താൽ ഈ ഒരു തൈര് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് പിമ്പിൾസും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതിനായിട്ട് നമ്മൾ കുറച്ച് ഫേസിൻ്റെ ഏതെങ്കിലും ചെറിയ പോർഷനിൽ അപ്ലൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ 2-3 ദിവസം ചെയ്ത് നോക്കിയിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫേസിലും യൂസ് ചെയ്യാം കേട്ടോ. അല്ലാണ്ട് നമ്മൾ ആദ്യം തന്നെ ഇത് നല്ലതാന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും ഫേസിൽ ഒരുമിച്ച് അങ്ങോട്ട് എന്ത് ചെയ്യും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് പിമ്പിൾസ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വരാം. എല്ലാ സ്കിന്നും എല്ലാം സ്യൂട്ട് ആവില്ലല്ലോ. അപ്പോൾ ആ കൂടെ പണി കിട്ടും. സോ നിങ്ങൾ എപ്പോഴും എന്ത് സാധനം നമ്മൾ നാച്ചുറൽ ആണെങ്കിൽ പോലും മാറ്റി യൂസ് ചെയ്യുന്ന സമയത്ത് അതൊരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് സ്കിന്നിന് വേറെ കുഴപ്പമൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അത് ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ പറയുന്നത്. സോ ഈ ഒരു തൈര് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ട് നല്ല കാര്യം കുറച്ച് കാലം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് മാറ്റം അറിയാൻ വേണ്ടി പറയും കേട്ടോ. ഇത് ഡെയിലി ഇടുന്നത് കൊണ്ടും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ചില ചോദിക്കാറുണ്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്ക് അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് തൈര് യൂസ് ചെയ്തിട്ടുള്ള ഫേസ് പാക്ക് അതായത് കൂടുതൽ നമ്മൾ തൈര് എടുക്കുക, അതിലേക്ക് കുറച്ച് മാത്രം എന്തെങ്കിലും ഇപ്പോൾ ഒരു പൗഡേഴ്സ് അതായത് നാച്ചുറൽ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള പൗഡേഴ്സ് ഉണ്ടാവില്ല. ഇപ്പം ഇരട്ടി മധുരം അല്ലെങ്കിൽ മുൾട്ടാണി മിട്ടിയോ അല്ലെങ്കിൽ കടലപ്പൊടി അതൊക്കെ വളരെ അല്പം മാത്രം നമ്മൾ ചേർത്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാം. പക്ഷേ കുറച്ച് മാത്രമേ തേക്കാൻ പാടുള്ളൂ. അതായത് ഒരുപാട് ഇട്ടിട്ട് തിക്നെസ് കൂട്ടിയിട്ട് ഇങ്ങനെ എന്താ പറയുക സ്ക്രബ് ചെയ്യാൻ വേണ്ടി പാടില്ല, ആ സ്കിൻ ഡാമേജ് ആക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് മാത്രം ഈ ഒരു പൗഡേഴ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ വേറെ കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പം ഈ ഒരു തൈര് മാത്രമാണ് നിങ്ങൾക്ക് എന്നും മസാജ് ചെയ്യുന്നതും കൊണ്ട് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല, നല്ലതായിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ തന്നെ ചാനൽ മറക്കാനും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്കിനി പുതിയ വീഡിയോയിൽ കാണാം. ടാറ്റാ.